സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അതായത് വെറുപ്പിച്ചുകൊണ്ടിരിക്കല ആരാന്നല്ലേ, ഷാനവാസും ആദിലയും. അതായത് ഷാനവാസിന് ചായ വേണം, നാരങ്ങ വെള്ളം വേണം, ഇതൊക്കെ വേണമായിരുന്നു. ആദിലേനെ കാണുമ്പോഴേ നാരങ്ങ വെള്ളം എടുത്തുകൊണ്ട് പോവുക, ചായ എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെയാണ്. ആദിലയാണെങ്കിൽ അവിടെ ചൊറിയാൻ വേണ്ടിയിട്ട് അനീഷിനെ അങ്ങ് ചൊറിഞ്ഞ് പുണ്ണാക്കിക്കൊണ്ടിരിക്കുക. അതായത് നമുക്കറിയാലോ, ഈ ആദില എന്ന് പറയുന്നത് ഒരു ചെറിയ തോതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമാണ്. അതായത് ആ വിഷം എന്താണെന്ന് ഈ ഷാനവാസിന് മനസ്സിലായിട്ടാണോ മനസ്സിലാകാതെയാണോ എന്നറിയില്ല, ഷാനവാസ് എടുത്ത് തലയിൽ വെച്ചിരിക്കുക. ഈ ഷാനവാസിന്റെ വില മുഴുവൻ പോയതെന്ന് പറഞ്ഞാൽ അവിടെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഷാനവാസ് എടുക്കാ പൈസ ആയത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ആദില നൂറയുടെ കൂടെ, ഈ ആദിലയുടെ കൂടെ കൂട്ടുകെട്ട് എന്ന് കൂടിയോ അന്ന് മുതൽ പ്രേക്ഷകർ കൈവിട്ടതാണ് ഈ ഷാനവാസിന. ഷാനവാസ് എത്ര നല്ല മത്സരാർത്ഥിയായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കല. ചീഞ്ഞളിഞ്ഞ കോംപ്ലക്സ് ഇല്ല എന്നാ പറയേണ്ട, അയാളുടെ സ്വഭാവം ഉണ്ടല്ലോ വളരെ മോശമായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, പ്രേക്ഷകരെ മുഴുവൻ എന്ന് പറഞ്ഞാൽ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യം പറയാ, അയാൾ എന്തൊക്കെ കളിയാ കളിക്കുന്നത്. അയാൾക്ക് ചായ വേണം, ആദിലയെ കൂടെ ബിഗ് ബോസ് തന്നെ 4 പ്രാവശ്യം പറഞ്ഞു ജയിലിലേക്കൊന്നും കൊണ്ടു കൊടുക്കരുത് എന്ന്. അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല. അയാളുടെയും ആദിലയുടെയും ചീഞ്ഞളിഞ്ഞ ഗെയിം കാണാനാണോ നമ്മളൊക്കെ TV തുറന്നു വെച്ചിരിക്കുന്നത്? അയാളുടെ തന്നെ പ്രേക്ഷകർ തന്നെ പറയുന്നു ചീഞ്ഞളിഞ്ഞ ഗെയിമെന്ന്, അയാളുടെ ആർമി തന്നെ പറയുന്നു ചീഞ്ഞളിഞ്ഞ ഗെയിമെന്ന്. അയാളെ എല്ലാവരെയും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഇത്ര വിവരം കെട്ടവനാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, ഇയാൾക്കൊരു വിവരം ഒരു എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടായിരുന്നു. ഇയാൾ ഇങ്ങനെ പോയിട്ടായിരുന്നു, ഇയാളുടെ എന്താ പറയുക, ഇയാളെ ജയിലാക്കിയപ്പോൾ തന്നെ സ്വഭാവം കണ്ടതാണ്. വളരെയധികം മോശമായിട്ട് തന്നെയാണ് ഷാനവാസ് പോകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഷാനവാസിന് അടുത്ത പ്രാവശ്യം തന്നെ എന്ന് പറഞ്ഞാൽ വെളിയിൽ വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ജനങ്ങളെ എത്രത്തോളം വെറുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെറുപ്പിക്കുന്നുണ്ട്. ഇനി രുദ്രനാണോ ഇനി ഇയാളുടെ മേലെ കയറി കൂടുകയെന്ന് നമുക്കറിയില്ല കേട്ടോ. അതായത് ഒരു മര്യാദക്കുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് കുറച്ചൊരു വിവരം ഉണ്ടെങ്കിൽ ഇയാൾ അന്ന് ആ റിയാസ് വന്നപ്പോൾ അനുഭവിച്ചത് ആദ്യം എന്തൊക്കെ ഇയാൾ അനുഭവിച്ചിനി അത് മാത്രം ഓർത്തിട്ടും കൂടിയിട്ട് ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയാണെങ്കിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കലാണ്. എന്താ എൻ്റെ അടിവസ്ത്രം കട്ടെടുത്തുന്നാ, എൻ്റെ അടിവസ്ത്രമാണ് ഷഡ്ഡിയും ബ്രൈസറോ ഇതല്ല, ഇത് കട്ടെടുത്തുന്നാ ആര് ഷാനവാസ്? അവനെന്തിനാ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എടാ, കുടുംബങ്ങളിൽ ഇത് കാണുന്ന ഒരു ഷോയല്ലേ ആയിരുന്നു. എൻ്റെ അടിവസ്ത്രം പോയി, എൻ്റെ അടിവസ്ത്രം ആരോ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുഴപ്പം കണ്ടു. എന്തൊക്കെയാ ഇവർ വിളിച്ചു പറയുന്നത്? ഇത്രയും നാണം കെട്ട അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു മത്സരാർത്ഥികൾ ഈ ഒരു സീസണിൽ മാത്രമാണ് ഉള്ള കാര്യം. ബിഗ് ബോസിന്റെ മാനം രക്ഷിക്കുന്നത് അനീഷ് മാത്രമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവരുടെ ഈ കോപ്രായത്തിൻ്റെ ഇടയിലും മനുഷ്യന്മാർക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. അയാളുടെ ചായ കുടി, അയാളുടെ നാരങ്ങ വെള്ളം കുടി, അയാൾക്ക് ചായ വേണം, നാരങ്ങ വെള്ളം വേണം, ഇത് വേണം. അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അയാൾക്ക് പെങ്ങൾ പാസം കുറച്ച് കൂടുതലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് പെങ്ങൾ? അതാ ഞാൻ ആലോചിക്കുന്നത്. ആ പെങ്ങൾക്ക് അങ്ങനെ ഒരു പാസും ഇല്ല. പെങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ചതിച്ചിട്ട് പോവാറുണ്ട്. എന്നിട്ട് ഇയാള് ഭയങ്കരമായിട്ട് പെങ്ങൾ പാസ് അങ്ങ് പിടികൂടിയിരിക്കുക. എന്നിട്ട് അത് അനീഷിനും കൂടി ഇഞ്ചക്ട് ചെയ്യാൻ നോക്കുക. ഷാനവാസേ, നിന്റെ കളിയാട വെച്ചേ മോനെ, നിന്റെ കളിയാട വെച്ചേ, നീ അങ്ങനെ കളിക്കണ്ട, മനസ്സിലായി? നീ അനീഷിനെയും കൂടി അതിനകത്ത് കോണ്ടാക്ട് ചെയ്യണ്ട. നീ ഏതായാലും തീർന്നു, നിന്റെ കാര്യം പോക്കാണ്, അത് എല്ലാവർക്കും അറിയാം. അതായത് നീ ശരിക്കും പറഞ്ഞ് ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ അവിടെ പറയുന്നു ഇവിടെ പറയുന്നു, നിന്റെ സ്വഭാവം ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഓരോരോ ആൾക്കാരെ വിളിച്ചിട്ടും മറ്റുള്ളവരുടെ കുറ്റം പറയൽ മാത്രമാണ് നിന്റെ സ്വഭാവം. ജിസൈലിനെ വിളിച്ച് കുറേ കാര്യങ്ങൾ അക്ബറിനെ പറ്റി പറയും, അക്ബറിനെ വിളിച്ച് ജിസൈലിന്റെ കാര്യങ്ങൾ കുറേ പറയും, ഓനിയലിനെ വിളിച്ച് അക്ബറിന്റെ കാര്യം പറയും, അക്ബറിനെ വിളിച്ച് ഓനിയലിന്റെ കാര്യം പറയും. ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് മറ്റുള്ളവരെയും ഇവരെയും കൂട്ടിയിട്ട് തമ്മിലടിപ്പിക്കുക. ഇങ്ങനെയൊരു മനുഷ്യനായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. അടിപൊളി ഷാനവാസ്, നല്ല ഗെയിമാണ് ഇത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാ. നിന്റെ ആർമിക്കാർ, നിന്നെ ഇഷ്ടപ്പെട്ടവർ വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടിപ്പോയിരിക്കുക. ഇപ്പം വരുന്നത് മുഴുവൻ എന്താ, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഷാനവാസെ നിന്നെ, പക്ഷെ ഇനി നമ്മൾ വോട്ട് ചെയ്യില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, വോട്ട് ചെയ്യില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമായാലും വോട്ട് ചെയ്യില്ല. ഇങ്ങനെയുള്ള കമന്റുകളാണ് വരുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ഹിന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഇയാൾ അഹങ്കാരിയായിട്ട് മാറി. അതാണ് ഉണ്ടായത്, വേറെ ഒന്നല്ല. എനിക്കെന്തോ പുറത്തെന്തോ വലിയ ഇതിൻ്റെ സംഭവമുണ്ട്. ഇപ്പൊ ഒരു മാങ്ങാത്തൊലി ഇല്ലാതായി എന്ന് എനിക്ക് പറയാനുള്ളൂ. വളരെ മോശം തന്നെ. അതായത് എന്താ ജയിലിന്റെ മുന്നിൽ വെച്ചിട്ട് ശരിക്കും വെറുപ്പിക്കുകയെന്ന് നമ്മളാ. അതായത് ലൈവ് കാണാൻ കഴിയുന്നില്ല. ഇവന്മാർ ഈ വെറുപ്പിക്കലും ഉണ്ട്, മനസ്സിലായി? ഇവർക്ക് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ആർത്തി കൂടുതൽ. എപ്പോൾ ആർത്തി ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തിന്നാലും കുടിച്ചാലും ഇവനൊന്നും മതിയാവില്ല.
കട്ടെടുത്തിട്ടും തിന്നണം, മറ്റുള്ളവൻ്റെയും കൈയിട്ട് വാരി തിന്നണം. എല്ലാവരും വാരി തിന്നാലും ഇവനൊന്നും മതിയാവില്ല. എന്നിട്ട് പറയുക ചായ ഉണ്ടാക്കിക്കൂട്, നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൂട്. ആരോടാ പറയുന്നേ? ഒരാഴ്ച മുമ്പ് അവിടെ കരഞ്ഞുകൊണ്ട് നടന്നവനാ. അവിടെ അന്ന് ആദില നൂറമാരെ പുറകെ പോയിട്ട് ഉപദ്രവിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടന്നവനാ. അന്ന് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇയാളെ രക്ഷിക്കാനേ. എന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നവൻ ഇന്ന് അവരുടെ മുന്നിൽ അടിയറ വെച്ചിട്ട് അവരുടെ അടിമയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അടിമ, അതായത് ആദിലയുടെ അടിമയായിട്ട് ഇയാളങ്ങ് മാറി. ഞാൻ എന്നാ കുപ്പിന്ന് വന്ന ഭൂതമാണ്, നീ എന്ത് പറഞ്ഞാലും കേൾക്കും എന്നുള്ള തരത്തിൽ എൻ്റെ ഷാനവാസേ നീ ഇത്രയും ഇതായി പോയല്ലോ, നീ ഇങ്ങനെ ഒരു പാഴായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. നീയൊക്കെ എത്ര നല്ല ഗെയിമറായിരുന്നു ആദ്യം, എത്ര നല്ല വൃത്തിക്ക് ഒറ്റക്ക് കളിച്ചതാണ്. നീ ഇന്ന് പെങ്ങൾ പാസം കൂടിയിട്ട് എടോ പെങ്ങൾ പാസെല്ലാം വേണം, അതൊക്കെ നാട്ടിലെത്തിയിട്ട് പോരെ? ഈ ഗെയിം കഴിഞ്ഞിട്ട് പോരെ പെങ്ങൾ പാസം? അല്ല ഇപ്പം തന്നെ ഈ പെങ്ങൾ പാസം കൂടിയിട്ട് നിനക്ക് ഭ്രാന്തായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ വെറുപ്പിക്കുന്ന ഈ ജനങ്ങളാ. അത്രമാത്രം വെറുത്തുപോയി എന്നുള്ളതാണ്. എന്തൊരു ഇതാണ്. ആ ജയിലിന്റെ മുന്നിലുള്ള കോപ്രായങ്ങൾ കാണണം. ആദില, അതുപോലെ തന്നെ ഷാനവാസ്. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ആൾക്കാരുണ്ട്, ഇമ്മാതിരി തോന്നിയ അവസ്ഥ കളിക്കാൻ പാടുണ്ടോ? നമ്മളൊക്കെ എത്ര സപ്പോർട്ട് ചെയ്ത അന്നത്തെ അനീഷൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രം ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. അനീഷ് അയാളെ രക്ഷിച്ചെടുത്തതാണ്. എല്ലാവരും കൂടി എതിരായപ്പോൾ എല്ലാവരും കൂടി ഷാനവാസോ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴും അനീഷ് എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം അവിടെ ഇല്ലതുകൊണ്ട് അതിൽ തണലിൽ നിന്നവനാ. എന്നിട്ട് ഇപ്പൊ അനീഷിനെ കൊത്തിക്കാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആദില നൂറമാർ ഇപ്പൊ ഭയങ്കര കണ്ണിലുണ്ണിയായി മാറിയിരിക്കുക. ഇത്രയും ദ്രോഹിച്ചവര് കണ്ണിലുണ്ണിയായിട്ട് മാറുന്ന ഒരു കാഴ്ച അത് ഇവിടെ മാത്രമേ ഇയാളുടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും ആരോടും ഇയാൾക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇപ്പൊ ആദിലയോടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. പെങ്ങൾ പാസം അങ്ങ് കൂടിയിട്ട് അങ്ങ് എന്നാ പറയേണ്ടത്? കഴിഞ്ഞ തവണ നമുക്കറിയാലോ പെങ്ങൾ പാസം കൂടിയവന്മാരുടെ ഗതി നമുക്കറിയാലോ. കഴിഞ്ഞ മാസം ഇതേപോലെ പെങ്ങൾ പാസം കൂടിയിട്ടാണ് കുറെ ആൾക്കാർ ഔട്ടാകേണ്ടി വന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയായിരുന്നു കുറെ എണ്ണത്തിന് പെങ്ങളൂട്ടി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അന്ന് ഷാനവാസിന്റെ ഗതി എന്നേ ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെ ഔട്ടായിനി അവരുടെയൊക്കെ ഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസിന്റെ ജീവിതം. ഷാനവാസ് ഇതുപോലെ ഈ പെങ്ങൾ പാസവും പിടിച്ച് ഒരാൾക്ക് കണ്ടുകൂടാത്തൊരു പെങ്ങളും. അതാണ് ഏറ്റവും വലിയ രസം. അതായത് പ്രേക്ഷകർക്ക് ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞാൽ അതിലേ ഇഷ്ടമല്ല. അതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പോളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അതിലേക്ക് ആളേ ഇല്ല. ആദിലെ 100 പിന്നെയും കുറച്ചും കൂടി ഇതുണ്ട് പോട്ടെ. പക്ഷെ ആദിലയോട് ഇത്രയും ദ്രോഹിച്ച ഒരു വ്യക്തിയോട് എങ്ങനെ ഇയാൾക്ക് കമ്പനി കൂടാൻ കഴിയുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതാണ് പറയുന്നത്, മനുഷ്യന്മാർക്ക് ഉളുപ്പൊക്കെ ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പമ്പ കടന്നു പോകും. മനസ്സിലാക്കുക. അത്രമാത്രം വെറുപ്പിച്ചുകൊണ്ടിരിക്കല. അനീഷിനെ കൂടി കൂട്ടുപിടിക്കാൻ നോക്കുക ഇവൻ. അത് വേണ്ട മോനെ, നീയോ ഇങ്ങനെ ആയി, കാരണം നിന്റെ കാര്യമോ പോയി. ഇനി ആ മനുഷ്യനെ കൂടിയിട്ട് നീ ഒരുമാതിരി ആസാക്കണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറെ നാളെയായിരുന്നു എന്തൊരു വെറുപ്പിക്കലാണോ. ചീഞ്ഞളിഞ്ഞ ഈ കോമഡിയും ചീഞ്ഞളിഞ്ഞ കുറെ ഡയലോഗുകളും ചീഞ്ഞളിഞ്ഞ കുറെ എന്നാ പറയേണ്ടത് വാക്കുകളും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ അങ്ങ് കോപ്രായം കിട്ടിക്കുമായിരുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.